ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായി സംവിധായകൻ ശാന്തിവിള ദിനേശ്. എന്ത് കേസ് വന്നാലും അവനെ കൈകാര്യം ചെയ്യും. വെറും വൃത്തികെട്ട അലവലാതി ചെക്കനാണവൻ. അങ്ങനെ പറയുന്നതിന് കൃത്യമായ കാരണമുണ്ടെന്നും യൂട്യൂബ് ചാനലുകളോടായി ശാന്തിവിള ദിനേശ് പറയുന്നു. ഒരിക്കൽ ഒരു സിമ്മിൽ നിന്നും അവൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അനിയ, നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. മാന്യനാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം. എന്നാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വേറെ സിമ്മിൽ നിന്നും വിളിക്കുന്നു. ആ ഫോണും കട്ട് ചെയ്താൽ അടുത്ത നമ്പറിൽ നിന്നും വീണ്ടും വിളി വരും. 50ഓളം സിം എങ്ങാനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നിരന്തരം കോളുകൾ വന്നപ്പോഴാണ് എന്ത് കേസ് കൊടുത്താലും നിന്റെ മൂക്കിടിച്ചു പരത്തുമെന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ചെയ്യും. മഞ്ജു വാര്യരുടെ സഹോദരനൊക്കെ എന്തിനാണ് ആണാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. മഞ്ജു വാര്യരുടെ അച്ഛനെ വിളിച്ച് പറയുകയാണ്, ചേച്ചിയെ എനിക്ക് കെട്ടിച്ചു തരാൻ. അവൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പാങ്ങുണ്ടോ എന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നു. സന്തോഷ് വർക്കിയുടെ കഷ്ടകാലം തുടങ്ങുന്നത് ശാന്തിവിള ദിനേശിന്റെ മുൻപിൽ വരുമ്പോഴാണെന്ന് അവനെ അറിയുന്നവർ പറഞ്ഞു കൊടുക്കണം. ജയിലിൽ പോയാലും സാരമില്ല, പറഞ്ഞത് ഞാൻ ചെയ്യും. ശാലു പേയുടെ വിഷയത്തിൽ ഇനി ഞാൻ പബ്ലിക്കായി പ്രതികരിക്കാനില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ലിച്ചി എന്ന പടത്തിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കിയത് എന്തിനെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പറയേണ്ട ഘട്ടം വരികയാണെങ്കിൽ ഞാൻ പുറത്ത് പറയും. എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ പ്രകോപിപ്പിച്ചിട്ട് തെറി വിളിച്ചിട്ട് അത് വെച്ച് അവനൊരു എപ്പിസോഡാക്കി. അത്രയും നാണം കെട്ടവനാണ്. ഇങ്ങനെയും ആൺപിള്ളേരുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റൊരു പണിക്കും പോകാതെ രാവിലെ തിയേറ്ററിന് മുന്നിൽ വന്നിരിക്കുകയാണ്. അവരെയൊന്നും പ്രമോട്ട് ചെയ്യരുതെന്നാണ് പറയാനുള്ളതെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു. സന്തോഷ് വർക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെയും ശാന്തിവിള ദിനേശ് പ്രതികരിച്ചിരുന്നു. സന്തോഷ് വർക്കി അടക്കമുള്ളവർ പണം വാങ്ങി സിനിമ റിവ്യൂ ചെയ്യുന്നുവെന്ന ആരോപണം ശാന്തിവിള ദിനേശ് നേരത്തെയും ഉയർത്തിയിരുന്നു. ആളുകൾ കാണാത്തൊരു പടമെങ്ങാനും സംവിധാനം ചെയ്ത അദ്ദേഹം എവിടുത്തെ സംവിധായകനാണെന്ന് സന്തോഷ് വർക്കിയും തിരിച്ചടിച്ചു. തിരുവനന്തപുരത്തൊന്നും ഇങ്ങനത്തെ ആളില്ല. ഇവൻ മാത്രമല്ല, അലൻ ജോസ് പെരേര, കിം ബോയ് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിടാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് ക്യാമറകൾ ഇവരുടെ പുറകെ പോകുന്നതോടെ ഞങ്ങൾ എന്തോ സംഭവമാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. എല്ലാത്തിനെയും പിടിച്ച് അകത്തിടണം എന്നായിരുന്നു ശാന്തിവിള ദിനേശിന്റെ പിന്നാലെയുള്ള മറുപടി. ന്യൂസ് ഡെസ്ക് 24 മലയാളം.